മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO മാസപ്പിടി കേസ് LDFിന്റെ കേസ് അല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ CPIM-ന് അതൃപ്തി. കേസ് നോക്കാൻ വീണയ്ക്ക് അറിയാമെന്നും ബിനോയ് ഉത്കണ്ഠപ്പെടേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടിയിൽ ആ അതൃപ്തി വ്യക്തവുമാണ്. പാർട്ടി നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ലെന്ന മുൻ നിലപാട് ബിനോയ് വിശ്വം തിരുത്തിയത്. ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ 68ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രസംഗത്തെപ്പറ്റി പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ വന്ന വാർത്തയാണിത്. മാസപ്പിടി കേസിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പ്രസംഗം. ഇതിനെതിരെ CPI സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയമായി വരുന്ന കാര്യങ്ങളെ മാത്രം പ്രതിരോധിച്ചാൽ മതി. സംരംഭക എന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യങ്ങളിൽ പാർട്ടി പക്ഷം ചേരേണ്ട എന്നായിരുന്നു നേതൃയോഗത്തിൻ്റെ പൊതുവികാരം. സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ബിനോയ് വിശ്വം മലക്കം പറഞ്ഞത്. എന്നാൽ ബിനോയിയുടെ നിലപാടിൽ CPIM-ന് അതൃപ്തിയുണ്ട്. പരസ്യപ്രതികരണത്തിന് നേതൃത്വം മുന്നോട്ട് വന്നില്ലെങ്കിലും CPI സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞ് മന്ത്രി തന്നെ രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയൻ്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. ഇടതുമുന്നണിയും സർക്കാരും CPIM ആണെന്ന പ്രചരണത്തിനെതിരെ CPI വന്ന വിമർശനങ്ങളെയും മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നൊരു അസൂയം കുശുമ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇരു പാർട്ടികൾക്കുമിടയിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. 24 തിരുവനന്തപുരം.